സർ, സംശയം അല്ലേ? അല്ല, ഒരു കാര്യം പറയാനാ. മുഖവരെയൊന്നും വേണ്ട. ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാനാ. പറയൂ. ഞങ്ങളുടെ സദനത്തിലെ മേറ്ററിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഒരു 4-5 ലക്ഷം കാണും. ബാങ്കിൽ ഇട്ടൂടെ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കി. അവർക്ക് ആരെയും വിശ്വാസമില്ല. സാറിനെ അവർ അറിയും. സാറ് പറഞ്ഞാൽ അവർ കേൾക്കും. ഞാനോ? അവർക്ക് ആള് മാറിപ്പോയതായിരിക്കും. അല്ല സർ, അവർക്കറിയാം. സാറൊന്ന് വന്ന് പറഞ്ഞാൽ കാര്യം നടക്കും. എന്നാ മാനേജരും കൂടെ വിളിക്കാം. അയ്യോ, വേണമെന്നില്ല. സാറ് തന്നെ വന്നാൽ മതി. അല്ല, ഇത്രയും വലിയ തുകയല്ലേ, മാനേജരും കൂടെ പോരട്ടെ. സാർ, നമസ്കാരം. ഇതെന്റെ കൂട്ടുകാരി ചിത്ര. പിന്നെ എനിക്കറിഞ്ഞൂടെ? എവിടെ മേട്ടനെവിടെ? അകത്തുണ്ട്, വിളിക്കാം. കേറിയിരിക്കൂ. ചേച്ചി, അവര് വന്നു. ദേ, ഇതങ്ങോട്ട് കൊടുക്ക്. ചെല്ല്. അതെ, ആ വെളുത്ത് പൊക്കം കൂടി കക്ഷിയാ. നമസ്കാരം. ഞാൻ വേണുഗോപാൽ. ഇത് ഊഹിച്ചാണല്ലോ, നന്ദകുമാർ. കുറച്ചുനാളായി ഒന്ന് വരണമെന്നും പരിചയപ്പെടണമെന്നും വിചാരിക്കുന്നു. ഇപ്പോഴേ സമയം കിട്ടിയുള്ളൂ. ഇതൊക്കെ ദൈവം നിശ്ചയിക്കുമ്പോഴേ നടക്കൂ. മേട്ടന്റെ വീട് എവിടെയാ? ആലപ്പുഴയ്ക്കടുത്ത കൈനഗിരി. അച്ഛനമ്മയൊക്കെ? ആരുമില്ല, ആകെ ഒരു ചേട്ടനേ ഉള്ളൂ. ഗൾഫിലാ. ഇതൊക്കെ മതിയാക്കി കൂടെ ചെല്ലാൻ ചേട്ടനും നാത്തൂനും എപ്പോഴും എഴുതും. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് ജീവിക്കുന്നതാ ഇഷ്ടം. അപ്പോ വലിയ ചെലവും പ്രാരാബ്ധമൊന്നും ഇല്ല. ഞാൻ ഈ ഹോസ്റ്റലിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതിലെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. മീര പറഞ്ഞു. അപ്പോ ഞങ്ങൾ വന്നത് മീര പറഞ്ഞാണല്ലോ. എന്നാൽ തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചാൽ? ഞാൻ ചേട്ടനോട് ഒന്നും ചോദിച്ചില്ല. എന്റെ അഭിപ്രായത്തിനെതിരായി ചേട്ടനൊന്നും പറയില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ മൂത്തവരുടെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ്. എന്നാലും സ്വന്തമായ തീരുമാനമാണല്ലോ പ്രധാനം. അതെ, എന്തൊക്കെയായാലും 31-ാം തീയതിക്ക് മുമ്പ് നടക്കണം. അതെ. വെറുതെയായി അല്ലേ? എന്താ ആലോചിക്കുന്നത്? അല്ല, ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം? ഓ, അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും അല്ലേ? അത്തരം ആചാരങ്ങളൊക്കെ തെറ്റിക്കാതിരിക്കുന്നല്ലേ നല്ലത്? ജാതകം നോക്കണ്ട, വേണമെങ്കിൽ സമയം നോക്കാം. അപ്പൊ ആദ്യം തുകയുടെ കാര്യം തീരുമാനിക്കണം. ചോദിക്കുന്നുണ്ട്, മുഷിയരുത്. നിങ്ങൾ വന്നത് ശ്രീധനെ മോഹിച്ചിട്ടോ അതോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ? വിവാഹം ഒരു കച്ചവടമാണ് നിങ്ങൾക്കല്ലേ? വിവാഹം? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നടക്കുന്നു യോഗ്യന്മാര്. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. നിങ്ങളെക്കാൾ മണി കെട്ടിയന്മാരെ കണ്ടിട്ടുള്ളവളാ ഈ സൗദാമിനി. ഈ കിളവിക്ക് വട്ടാണ്. മേട്ടർ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ഡെപ്പോസിറ്റോ? അല്ല, ഒലക്കേരെ മൂട്. താമാടോ. ഈ രണ്ടെണ്ണം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. അവര് വന്നത് ഇതിനായിരിക്കും ഞങ്ങൾ അറിഞ്ഞു. അയാള് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇവളത് ഇവിടെ ഒന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ എന്ത് കഴിച്ചു? എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം. നിങ്ങൾ പറയുമ്പോ ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ എന്താ ഇവിടെ ചക്കാത്തിന് താമസിക്കുകയാണോ? ഇപ്പൊ ഇറങ്ങുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരാം.
കോലാക്കണ ഈ പണി എന്റെ മോൾ എവിടെന്നാ പഠിച്ചേ? ഈ കണക്കിന് കുട്ടി കുറെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുമല്ലോ. പോട്ടെ എന്താ? പിന്നെ അല്ലാതെ എന്ത് തെമ്മാടിത്തരമായി കുട്ടി കാണിച്ചേ? ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ട് അവമാനിക്കല്ലേ ചെയ്തത്? നിനക്ക് ചുമ്മാ വർത്താനം പറയാതെ കാരണ കുട്ടി കണ്ട് പൊട്ടിക്കാ വേണ്ടത്. നന്ദനൊന്നും മിണ്ടായിരിക്കേ. നടന്നു ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടെന്താ കാര്യം? കണ്ടാ കാന്താരി പോലെ ഇത്രേ ഉള്ളൂ, പക്ഷെ കയ്യിലിരിപ്പ് മറ്റതാ. തന്തേം തള്ളയും മര്യാദക്ക് വളർത്താത്തതിന്റെ കുഴപ്പമാ ആ ലെവലായി. എന്താ ഇത് നാണക്കേട്? നന്ദ സീറ്റ് പോയിരിക്കുക. കുട്ടി കാണിച്ചതും കുറെ അക്രമമായി പോയി. സീറ്റ് പോയിരിക്കുക. സാരല്ല, പോയിരുന്നു. അങ്ങനെയൊന്നും പറയരുതായിരുന്നു. മോശമായിപ്പോയി. പാവം പെണ്ണ്. ഓ ശുദ്ധ പാവം. എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെച്ചത്. ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൾക്ക് അതിലുള്ള മെടുക്കൊന്നുമില്ല. ആ പെമ്പറന്നോട് കണ്ടിടത്തോളം ആൽപ്പ പെശക. കണ്ടില്ല ആ ശൃംഗാരവും കുഴിച്ചിട്ടൊക്കെ. നമ്മളെ കണ്ടപ്പോൾ വല്ല ഇളക്കം തോന്നിക്കാണും. ഓ മാനേജർ സാർ എന്ന് തുടങ്ങി ഈ പെണ്ണിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ? എന്താണ് അതിന്റെ ഒരു ലൈൻ? ഒരു വീക്കൊച്ചതുണ്ടല്ലോ. മനുഷ്യന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ? എടാ, ഇത് നിനക്ക് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിഞ്ഞൂടാ. ഇവളുമാരോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം. കൊടുക്കും. എന്താ ഇത്? മേരിയുടെ ലീവ് ലെറ്റർ. എന്താണ്, പുതിയ വല്ല വേലർക്കും കൊണ്ട് ഇറങ്ങിയതാണോ? വരൂ. ഇരിക്കൂ. ഇതിൽ അവധിക്കുള്ള കാരണമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാർ, അത് ഞാനുണ്ടാക്കിയ ഒരു കുസൃതിയായിരുന്നു. മീരയ്ക്കതിൽ യാതൊരു പങ്കുമില്ല. അതിന് നന്ദകുമാർ സാർ ഇന്നലെ ഒരുപാട് ക്ഷോഭിച്ചെന്ന് കേട്ടു. തല്ലുകൊള്ളിത്തരം കാണിച്ചാ പിന്നെ പട്ടും വിളയും കൊടുക്കണം. സാർ അവളുടെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞതാണ് അവളെ ഏറെ വേദനിപ്പിച്ചത്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളോട് അങ്ങനെ പറഞ്ഞാലുണ്ടാവുന്ന വേദന സാറിനറിയാമോ? ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല. അവളൊരു അനാഥാലയത്തിലാണ് വളർന്നത്. ദയവ് ചെയ്ത് ഇനി അവൾ ഒന്നും പറയരുത്.